സർക്കാരിന്റെ സ്പെഷ്യൽ പാക്കേജ് കൊണ്ട് ഇടുക്കിക്ക് യാതൊരു ഗുണവും കിട്ടിയില്ലെന്ന് സംസ്ഥാന ജലവിഭവവും മന്ത്രി റോഷി അഗസ്റ്റിൻ. മൂന്നാർ കാൽവരിമൗണ്ട് റോഡിന് ജില്ലാ കളക്ടർ ആവശ്യമില്ലാത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2 ദിവസങ്ങളായി കാൽവരിമൗണ്ടിൽ നടന്നുവന്ന നവ ഇടുക്കി ജനകീയ വികസന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്നാൽ ക്യാബിനറ്റ് മന്ത്രി തന്നെ സർക്കാരിന്റെ പദ്ധതിയെ വിമർശിച്ചതും ഏറെ ശ്രദ്ധേയമായി. എം ജനദേവൻ പഠന ഗവേഷണ കേന്ദ്രം ഇടുക്കിയുടെയും AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നവ ഇടുക്കി ജനകീയ വികസന ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. പശ്ചാത്തല വികസന സേവന മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, SC/ST മേഖല എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടത്തി. സമാപന സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത്, നമുക്ക് ആ സ്പെഷ്യൽ പാക്കേജ് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഗുണം കിട്ടുന്നതാണ്. വർഷം തോറും 75 കോടി രൂപ ഈ ജില്ലയിൽ പ്രത്യേക സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് തന്ന പാക്കേജാണ്. പക്ഷേ നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ ജില്ലയെ കഴിഞ്ഞ 3 വർഷക്കാലമായി ആ പാക്കേജിൻ്റെ ഒരു ഗുണവും കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നമുക്കത് പുനഃപരിശോധിക്കുന്ന തീരുമാനമെടുത്താൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു നിസ്സാര കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇപ്പം ഞാൻ രാംകുമാറുമായിട്ട് നഗേഷുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് പറഞ്ഞതാണ് ഈ കാൽവരിമൗണ്ട് മൂന്നാർ ഒരു ടൂറിസം ഹൈവേ. ഈ കിടക്കുന്ന റോഡാണ്, ഈ നേരെ കിടക്കണം. അവിടെ ഒന്നും ചെയ്യാനില്ല. റോഡ് ഈസ് ഓൾറെഡി ഫോംഡ്. അതിനെ ഒന്ന് വർഗത്താക്കി എടുത്താൽ മതി. അതിൻ്റെ ഫസ്റ്റ് റീച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ഇടുക്കി പാക്കേജിൻ്റെ സ്പെഷ്യൽ ഇതനുസരിച്ച് നാഗ്പാക്ക് കാണണം എന്നൊരു നില വന്നു. പിന്നീട് അത് വേണ്ടാന്നൊരു നില സ്വീകരിച്ചു. ഇപ്പം കളക്ടർ ഇപ്പം IIT റിപ്പോർട്ട് ചെയ്തിരിക്കുക. ഒരു റോഡ് കെട്ടാൻ അതിൻ്റെ ഒക്കെ ആവശ്യമാണ്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യ പ്രഭാഷണം നടത്തി. MLA മാരായ MM മണി, A രാജ എന്നിവരും പ്ലാനിംഗ് ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ ലിജു P അലക്സ്, പ്രൊഫസർ R രാംകുമാർ, SS നാഗേഷ്, ഡോക്ടർ BM അനിൽകുമാർ, TP സുധീഷ് തുടങ്ങിയവർക്കൊപ്പം വിവിധ വകുപ്പ് തല മേധാവികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി. ജില്ലയിലെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് നിരവധി പ്രതിനിധികളാണ് 2 ദിനങ്ങളിലായി കാൽവരിമൗണ്ടിൽ നടന്നു വന്ന ശില്പശാലയിൽ പങ്കെടുത്തത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.